എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയുന്നത് സീക്വൻസസ് ആൻഡ് സീരീസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 2, 5, 8 ഡാഷ് എന്ന ശ്രേണിയിലെ എണ്ണാം പദം എത്ര? അതായത് ഇതൊരു എന്ത് ശ്രേണിയാണ് നോക്കൂ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് അല്ലെ, സമാന്തര ശ്രേണിയാണ്. കാരണം 2 + 3 ആണ് 5, 5 + 3 ആണ് 8. അപ്പോൾ ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ് അല്ലെ. അപ്പൊ ഡി എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ നമുക്കറിയാം കോമൺ ഡിഫറൻസ് വരികയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് അതൊരു സമാന്തര ശ്രേണിയാണെന്ന് പറയാൻ സാധിക്കും. അപ്പൊ അതൊരു എ പിയിലാണ്. അപ്പൊ അതിന്റെ nth ടേം കാണാനുള്ള ബാക്കി എന്താണ്? Tn = a + n-1 × d എന്നുള്ളതാണ്. പക്ഷെ ഇതിൽ നമുക്ക് ഏറ്റവും നല്ലത് നമ്മൾ ഓപ്ഷൻ എന്ന് എടുക്കുകയാണ്. n-ന് 1 എടുക്കുമ്പോൾ എന്ത് വരും? 3 - 1 2 എന്ന് വരും. n-ന് 2 കൊടുക്കുമ്പോഴോ 6 - 1 എത്ര വരും? 5 എന്ന് വരും. 3 കൊടുക്കുമ്പോൾ 9 - 1 8 എന്ന് വരും. അപ്പൊ ഏതാണ് ആൻസർ ആയിട്ട് വരിക? 3n - 1 എന്നുള്ളത് ആൻസർ ആണെന്ന് പറയാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ പദം 2ഉം പൊതുവ്യത്യാസം -2ഉമായാൽ ഏഴാം പദം എന്ത്? ആദ്യ പദം എന്ന് പറഞ്ഞ എ അല്ലേ, a = 2 ആണ്. പൊതുവ്യത്യാസം എന്താണ്? d = -2 ആണ്. ഇനി ഏതാണ് തന്നിരിക്കുന്നത്? T7 ആണ് നമുക്ക് കണ്ടത്. T7 കാണാനുള്ള വാക്യം, Tn കാണാനുള്ള വാക്യം നമുക്കറിയാം a + n-1 × d ആണെന്ന്. അപ്പൊ a പകരം ഇവിടെ എന്ത് എഴുതാം? 2 എഴുതാം. പ്ലസ് n-1 എന്ന് പറഞ്ഞാൽ ഏഴാം പദമാണ്. അപ്പൊ 7 - 1 എത്രയാണ്? 6 × d -2. അപ്പൊ എത്ര വരും? 2 - 12 എത്രയാണ് വരിക? -10. ഏതാണ് ഓപ്ഷൻ? ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4, 9, 14 ഡാഷ് എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് 109? നോക്കൂ, 4ഉം 5ഉം ആണ് 9, 9ഉം 5ഉം ആണ് 14. അപ്പൊ നമുക്കറിയാം ഇതൊരു സമാന്തര ശ്രേണിയാണ് അല്ലെ. അപ്പൊ nth ടേം തന്നുണ്ട്. Tn എന്ന് പറയുന്നത് 109 ആണെന്ന് തന്നുണ്ട് അല്ലെ. അപ്പൊ nth ടേമിന്റെ ബാക്കി എന്താണ്? a + n-1 × d = 109 അല്ലെ. അപ്പൊ a ഇവിടെ എന്താണ്? 4 ആണ് ഫസ്റ്റ് ടേം അല്ലെ. 4 + n-1 എന്നെ അറിയില്ല എത്രാമത്തെ പദാണെന്ന്, അതാണ് കണ്ടുപിടിക്കാൻ പോണേ. d എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് എന്താ എഴുതാം? 5 ആണെന്ന് എഴുതാം. അപ്പൊ നമുക്ക് 109 എന്ന് കിട്ടി. അപ്പൊ n-1 × 5 എന്ന് പറയുന്നത് എത്രയായി വരും? 105 ആയി വരും അല്ലെ. 109 - 4 105. അപ്പൊ n-1 എന്ത് വരും? 105/5. അത് എത്രയാണ്? 2 5 10, 1 5 21. അപ്പൊ n = എന്ത് വരും? 21 + 1 അല്ലെ. n-1 21 ആണ് വെച്ചെങ്കിൽ n എന്ത് വരും? 21 + 1 22. ഏതാണ് ഓപ്ഷൻ? സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1, 3, 5 etc 73 എന്ന ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട്? നോക്കൂ, ഇത് സമാന്തര ശ്രേണിയാണോ നോക്കൂ. 1 2 3 3 2 5 കോമൺ ഡിഫറൻസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് d എന്ന് പറയുന്നത് എന്താന്ന് കിട്ടി? 2 ആണെന്ന് കിട്ടി. a എന്ന് പറയുന്നത് ആദ്യ പദം എത്രയാണ്? 1 ആണ്. ഇനി 73 ആണ് ലാസ്റ്റ് ടേം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? Tn എന്ന് പറയുന്നത് a + n-1 × d അല്ലേ. അതെന്ന് പറയുന്നത് 73 ആണെന്ന് തന്നുണ്ടോ? അപ്പൊ എയിൽ ഇവിടെ വാല്യൂ കൊടുത്ത 1 + n-1 × d എന്ന് പറയുന്നത് എന്താണ്? 2 = 73. അപ്പൊ n-1 × 2 എന്ന് പറയുന്നത് എന്ത് വരും? 72. അപ്പൊ n-1 എന്ത് വരും? 72/2. അത് എത്രയാണ്? 36. അപ്പൊ നമുക്ക് n എത്ര വരും? 36 + 1 37 ആണ് ആൻസർ വരിക. ഇതില് ആൻസർ ഇല്ല. 36 38 വന്നിട്ടുള്ളൂ. 37ാമത്തെ പദമായിട്ടാണ് നമുക്ക് 73 കിട്ടുക. അപ്പൊ ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് തെറ്റുണ്ടാവാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ തെറ്റാണ്. കാരണം ഓപ്ഷൻസിൽ 37 ഇല്ല.
പക്ഷെ 37 നമുക്ക് വരുന്ന ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ബി സി എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങളായാൽ ശരി ഏത്? എന്താണ് ശരി? ബി മൈനസ് എ എന്ന് പറയുന്നത് ഏതിന് തുല്യമായിരിക്കണം? സി മൈനസ് ബിന് തുല്യമായിരിക്കണം. എന്നാലല്ലേ കോമൺ ഡിഫറൻസ് വരുള്ളൂ. അപ്പൊ നമുക്ക് ഇതിൽ ഏതാണ് ഓപ്ഷൻ ശരിയായിട്ടുള്ളത്? എ എന്നുള്ളതാണ് അല്ലെ. ബി മൈനസ് എ എന്ന് പറയുന്നത് സി മൈനസ് ബിനോട് തുല്യമാവണം, എങ്കിലേ അത് സമാന്തര ശ്രേണിയാവുള്ളൂ. അതായത് സമാന്തര ശ്രേണി ആവണമെച്ചെങ്കിൽ ഒന്നിന്ന് മൈനസ് അടുത്തടുത്ത 2 പദങ്ങൾ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് കിട്ടണം. അത് അങ്ങനെ ആവുമ്പോഴാണ് അത് സമാന്തര ശ്രേണിയാവണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ മൈനസ് 2 3a എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങളായാൽ എ എന്ത്? നമുക്ക് സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ പദങ്ങളാണ് വെച്ചെങ്കിൽ കോമൺ ഡിഫറൻസ് വരണ്ടേ. അപ്പൊ നമുക്ക് ഇത് മൈനസ് ഇത് എന്ന് പറയണത് ഇത് മൈനസ് ഇതിന് തുല്യമാവണ്ടേ. അപ്പൊ എ മൈനസ് 2 മൈനസ് എ എന്ന് പറയണത് ഏതിനുള്ള തുല്യമാവണം? 3a മൈനസ് എ മൈനസ് 2 അല്ലേ. അപ്പൊ നമുക്ക് എന്ത് വരും? എയും ക്യാൻസൽ ചെയ്ത് പോയില്ലേ. അപ്പൊ മൈനസ് 2 ഈക്വൽ ടു 3a മൈനസ് എ പ്ലസ് 2. അതായത് 3a മൈനസ് എ എന്ന് പറഞ്ഞാൽ 2a. ഈ 2 അങ്ങോട്ട് പോയാ മൈനസ് 2 കൂടിയാവും. അപ്പൊ മൈനസ് 2 പ്ലസ് മൈനസ് 2 എന്ന് പറയുന്നത് മൈനസ് 4 ആവും. അപ്പൊ എ എന്ത് വരും? എ ഈക്വൽ ടു മൈനസ് 4/2. അത് എത്രയാണ്? മൈനസ് 2. ഏതാണ് ഓപ്ഷൻ? ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 7, 10, 13 എക്സിട്ര 151 എന്ന ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട്? 7, 3, 10, 10, 3, 13 ഇതൊരു സമാന്തര ശ്രേണിയാണ് അല്ലെ. അപ്പൊ നമുക്ക് എ എന്താണെന്ന് എഴുതാം? 7 എന്ന് എഴുതാം, ആദ്യ പദം. ഡി എന്താന്ന് എഴുതാം? 3, കോമൺ ഡിഫറൻസ് അല്ലെ. 151 nth ടേം, അതായത് ടി എന്ന് പറയുന്നത് 151. അപ്പൊ നമുക്ക് n എത്രയാന്ന് എങ്ങനെയാ കണ്ടുപിടിക്കുക? nth ടേം എഴുതാനുള്ള ബാക്കി എന്താണ്? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അതെന്ന് പറയുന്നത് 151. അപ്പൊ എ ഇവിടെ എന്ത് വരും? 7 വരും. പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 3. അപ്പൊ ഈക്വൽ ടു 151 വന്നു. അപ്പൊ നമുക്ക് ഇതിന്ന് എന്ത് എഴുതാം? n മൈനസ് 1 എന്ന് പറയുന്നത് n മൈനസ് 1 ഇൻറ്റു 3 എന്ന് പറയുന്നത് 151 മൈനസ് 7 ആയില്ലേ. അപ്പൊ നമുക്ക് എന്ത് വരും? 4 അല്ലെ. 144 അല്ലെ. 144 7 151. അപ്പൊ n മൈനസ് 1 എന്ത് വരും? 144/3. 4 3 12, പിന്നെ 24 8 3 24. അപ്പൊ n മൈനസ് 1 48 ആണ് വെച്ചെങ്കിൽ n എന്ത് വരും? 48 പ്ലസ് 1. അത് എത്രയാണ്? 49. അപ്പൊ ഏതാണ് ഓപ്ഷൻ? നോക്കൂ, ഡി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമാന്തര ശ്രേണിയിലെ 4-ാം പദം 14, 12-ാം പദം 70 ആയാൽ ആദ്യ പദം എങ്ങനെ കാണുക? സമാന്തര ശ്രേണിയാണ്. 4-ാം പദം എങ്ങനെ എഴുതുക? എ പ്ലസ് 4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 3d അല്ലെ. 3d ഈക്വൽ ടു 14. ഇനി ഇവിടെ എന്താ തന്നിരിക്കണേ? 12-ാം പദം തന്നിട്ടുണ്ട്. എ പ്ലസ് 11d എന്ന് പറയുന്നത് 70. ഇതിന്ന് നമുക്ക് ആദ്യ പദം കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇത് മൈനസ് ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ നമുക്ക് എന്ത് വരും? 11d മൈനസ് 3d അല്ലെ. അപ്പൊ എന്ത് വരും? 8d ഈക്വൽ ടു 70 മൈനസ് 14 എന്ന് പറഞ്ഞാൽ 14 6 ആണ് 20, പിന്നെ എന്താണ് 50 കൂടി.
അപ്പൊ 56. അപ്പൊ ഡി എന്ന് പറയുന്നത് എന്ത് വരും? 56/8. അത് എത്രയാണ്? 7. അപ്പൊ ഡി 7 വെച്ചെങ്കിൽ ഇവിടുന്ന് എ എങ്ങനെ എഴുതാം? എ ഈക്വൽ ടു 14 മൈനസ് 3 ഇൻറ്റു 7. അപ്പൊ എന്താണ്? 14 മൈനസ് 21. അപ്പൊ 14ഉം 7ഉം ആണ് 21. -7 എന്ന് വരും. അപ്പൊ എ എന്ന് പറയുന്നത് ഏതാണ്? -7 എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള എനിക്കുള്ള ഊർജം. അപ്പൊ അത് മറക്കാതിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ പദം 6ഉം പൊതുവ്യത്യാസം 5ഉം ആയാൽ 11ാം പദം എത്ര? ആദ്യ പദം തന്നുണ്ട് അല്ലെ? 6. പൊതുവ്യത്യാസം ഡി ഈക്വൽ ടു 5. 11ാം പദമാണ് കണ്ടുപിടിക്കേണ്ടത്. T11 ആണ്. A പ്ലസ് 11 മൈനസ് 1 ഇൻറ്റു ഡി. അതായത് എ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 6 പ്ലസ് 11 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ 5. അപ്പൊ എന്താണ് വരിക? 56. 6 പ്ലസ് 50 56. ഏതാണ് ഓപ്ഷൻ നോക്കൂ? എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 72, 63, 54 എന്ന ശ്രേണിയിലെ എക്സെട്ര എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് 0? അപ്പൊ TN ആണ് തന്നിരിക്കണേ അല്ലെ? TN അതായത് ഇതൊരു എന്ത് ശ്രേണിയാണ് നോക്കൂ? ഇത് സമാന്തര ശ്രേണിയാണ് അല്ലെ? 72 കൂടെ എത്ര കൂട്ടിയാലാണ് നമുക്ക് 63 കിട്ടുക? അതായത് മൈനസ് സൈൻ വേണം അല്ലെ? -63ഉം 9ഉം ആണ് 72 അല്ലെ? അപ്പൊ -9 തന്നെയല്ലേ ഇവിടെയും കൂട്ടണേ? നോക്കൂ, 63 -9 ചെയ്താലാണ് 54 കിട്ടുക. അപ്പൊ ഡി എന്ന് പറയുന്നത് എന്ത് വരുന്നു? -9 എന്ന് വന്നു. എ എന്ന് പറയുന്നത് ആദ്യ പദം 72. ഇനി nth ടേം നമുക്ക് തന്നുണ്ട് 0. അപ്പൊ nth ടേം കാണാനുള്ള വാക്യം a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി അല്ലെ? ഈക്വൽ ടു 0. അപ്പൊ എ എന്ന് പറയുന്നത് എന്താണ്? 72 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? -9 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞെങ്കിൽ n മൈനസ് 1 ഇൻറ്റു -9 എന്ന് പറയുന്നത് ഏതാവണം? -72 ആവണം അല്ലെ? ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -72 ആയി. n മൈനസ് 1 അപ്പൊ എന്ത് വരും? -72 ഡിവൈഡഡ് ബൈ -9. 9 8 ആണ് 72 അല്ലെ? അപ്പൊ n മൈനസ് 1 എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. അപ്പൊ n എത്രയാണ്? 8 പ്ലസ് 1, അതായത് 9ാമത്തെ പദമായിട്ടാണ് ഏത് വരിക? 0 വരിക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണു. ബി എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പൊ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് എഴുതാൻ മറക്കണ്ട. 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിന്റെ വീഡിയോ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് തരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന രണ്ടക്ക സംഖ്യകളുടെ എണ്ണം എത്ര? 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന രണ്ടക്ക സംഖ്യകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ രണ്ടക്കുള്ളത് തുടങ്ങണത് എവിടെയാണ്? 10 തൊട്ടാണ് തുടങ്ങണത്. പക്ഷെ അതൊരു 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതാണോ? അല്ല. അപ്പൊ ആദ്യത്തെ സംഖ്യ 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നത് ഏതാണ്? 12 ആണ് അല്ലെ? 12 ആണ്. ഇനി അടുത്ത സംഖ്യ അപ്പൊ എന്ത് വരും? 15 ആണ് വരുന്നത്. അങ്ങനെ ഏതുവരെ? 99 വരെയുള്ള സംഖ്യകള്. അപ്പൊ 99 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതാണോ? അതെ. അപ്പൊ 99 വരെയുള്ള സംഖ്യകളുടെ എണ്ണം എത്രാമത്തെയാണ് ഈ 99 എന്ന് നമ്മൾ നോക്കിയ പോരെ? അപ്പൊ nth ടേം 99 ആണ്. അപ്പൊ നമ്മൾ Tn ഈക്വൽ ടു എ എത്രയാണ് ഇവിടെ? 12 ആണ്. പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. ഈക്വൽ ടു 99 വരണം. അപ്പൊ n മൈനസ് 1 ഇൻറ്റു 3 എന്ന് പറയുന്നത് എന്ത് വരും? 99 മൈനസ് 12 വരും. അപ്പൊ 7 പിന്നെന്താണ് വരിക? 8 അല്ലെ? 87ഉം 2ഉം 89ഉം 10ഉം 99. ഓക്കെ.
n-1 എന്ന് പറയുന്നത് അപ്പൊ എന്ത് വരും? 87/3. 29. അപ്പൊ n എന്ന് പറയുന്നത് എന്ത് വരും? 29 + 1. n-1 29 ആണെച്ചെങ്കിൽ n 29 + 1. അത് എന്താണ്? 30. അപ്പൊ ഏതാണ് ഓപ്ഷൻ നോക്കൂ? സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമാന്തര ശ്രേണിയിലെ p-ആം പദം q-ഉം q-ആം പദം p-യുമായാൽ p + q-ആം പദം എത്ര? അതായത് ഇവിടെ എന്താ തന്നിരിക്കുന്നത്? p-ആം പദം, അതായത് tp എന്ന് പറയുന്നത് q ആണ്, tq എന്ന് പറയുന്നത് p ആണ്. നമുക്ക് കണ്ടത് tp + q അല്ലേ? tp + q എന്ന് പറയുന്നത് എന്താണ്? a + p + q - 1 × d അല്ലേ? അപ്പൊ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? tp എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതാൻ പറ്റുക? tp എന്ന് പറയുന്നത് a + n-1 എന്ന് പറഞ്ഞാൽ p - 1 × d ആണ്. അതെന്ന് പറയുന്നത് q ആണെന്ന് തന്നുണ്ട് അല്ലേ? ഇനി ഇവിടെ എന്താ പറഞ്ഞ? അതായത് a + q - 1 × d എന്ന് പറയുന്നത് എന്താണ്? p ആണെന്ന് തന്നുണ്ട്. ഇനി നമുക്ക് മൈനസ് ചെയ്താൽ d കിട്ടില്ലേ? d × എന്ത് വരാം? p - 1 മൈനസ് ഓഫ് q - 1 അല്ലേ? ഈക്വൽ ടു q - p. അപ്പൊ നമുക്ക് ഇതില് -1ഉം +1ഉം ക്യാൻസൽ ചെയ്ത് പോയില്ലേ? പിന്നെ എന്താ ഉള്ളത്? p - q × d ആണ്. അപ്പൊ d എങ്ങനെ കണ്ടുപിടിക്കാം? q - p ഡിവൈഡഡ് ബൈ p - q. അതായത് ഒരു -1 പുറത്തേക്ക് എടുത്ത രണ്ടും ക്യാൻസൽ ചെയ്ത് പോയില്ലേ? അപ്പൊ -1 എന്നുള്ളതല്ലേ d വരിക. അപ്പൊ a എന്ത് വരും? a എന്ന് പറയുന്നത് a ഈക്വൽ ടു q - p - 1 × -1 അല്ലെ? p - 1 × -1. അത് എത്രയാണ് വരിക? q + p - 1. q + p - 1 ആണ് a എന്ന് വരിക. d നമുക്ക് കിട്ടി -1 ആണെന്ന്. അപ്പൊ നമുക്ക് ഇതില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a എന്താണ്? q + p - 1 പ്ലസ് ഇവിടെ -1 × അല്ലേ? d എന്ന് പറയുന്നത് -1 ആണ്. അപ്പൊ നമുക്ക് എല്ലാം മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പൊ ഇവിടെ എന്ത് വരും? -p - q + 1. അപ്പൊ q ക്യാൻസൽ ചെയ്ത് പോയി, p ക്യാൻസൽ ചെയ്ത് പോയി, -1ഉം ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ നമുക്ക് എന്താ ആൻസർ വരും? 0 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമാന്തര ശ്രേണിയിലെ 10-ആം പദത്തിന്റെ 10 മടങ്ങും 15-ആം പദത്തിന്റെ 15 മടങ്ങും തുല്യം എങ്കിൽ ഇതിന്റെ 25-ആം പദം എത്രയായിരിക്കും? 10-ആം പദം തന്നുണ്ട് അല്ലെ? 10-ആം പദത്തിന്റെ 10 മടങ്ങും, അതായത് 10-ആം പദം എങ്ങനെ എഴുതാം? 10-ആം പദം എഴുതാന്ന് വെച്ചെങ്കിൽ a + 9d ആണ് അല്ലെ? 9d അതിന്റെ 10 മടങ്ങ് എന്ന് പറഞ്ഞാൽ 10 × a + 9d ഈക്വൽ ടു 15-ആം പദത്തിന്റെ 15 മടങ്ങ്, അതായത് 15 × 15-ആം പദം എങ്ങനെ എഴുതാ? a + 14d. ഇനി നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? 10a + 90d ഈക്വൽ ടു 15a + 14 × 15 എത്ര വരും? 140ഉം പിന്നെ 140ഉം പിന്നെ 14 5 20 2 70 അല്ലെ? അപ്പൊ 210. അപ്പൊ 210d. അപ്പൊ നമുക്ക് ഒരു സ്ഥലത്തേക്ക് ആക്കാം. 15a - 10a എന്ന് പറഞ്ഞാൽ എത്ര വരും? 5a ഈക്വൽ ടു ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി മൈനസ് ആവും അല്ലെ? 90d - 210d എന്ന് പറഞ്ഞാൽ എത്രയാവും? 90. അപ്പൊ 20ഉം 110 പിന്നെ 100ഉം 120d അല്ലെ? മൈനസ് ഉണ്ട്, കാരണം ഇതാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ
എ ഈക്വൽ ടു എന്ത് വരും? -120/5d. അത് എത്രയാണ് വരിക? മൈനസ് 2 10 പിന്നെ 4 5 20 -24d ആണ് എ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 25 കണ്ടുപിടിക്കേണ്ടത്. ടി 25 എന്ന് പറയുന്നത് എ പ്ലസ് 24d അല്ലേ? അപ്പൊ നമുക്ക് എ എന്തെന്ന് കിട്ടി? -24d എന്ന് കിട്ടി. 24d പ്ലസ് 24d, അതായത് -24d പ്ലസ് 24d എന്ന് പറഞ്ഞാൽ 0 ആയി പോയി അല്ലേ? അപ്പൊ ഏതാണ് ഓപ്ഷൻ? സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ട് സമാന്തര ശ്രേണികളുടെ പൊതുവ്യത്യാസം തുല്യമാണ്. അവയുടെ 100ാം പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 100 എങ്കിൽ 1000ാമത്തെ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? 100ാം പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 100 ആണ് വെച്ചെങ്കിൽ 1000ാമത്തെ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? 100 തന്നെയായിരിക്കും. അപ്പൊ ഏതാണ് ഓപ്ഷൻ? സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എത്ര മൂന്നക്ക സംഖ്യകളെ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും? അപ്പൊ മൂന്നക്ക സംഖ്യകള് തുടങ്ങണത് 100ലാണല്ലേ? അപ്പൊ 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏതാണ് ഫസ്റ്റത്തെ നമ്പർ നോക്കണം. അപ്പൊ 100 കൊണ്ട് 7നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര റിമൈൻഡർ വരും? 2 റിമൈൻഡർ അല്ലെ? അപ്പൊ 5ഉം കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ലേ? നോക്കൂ, 105 ഡിവൈഡഡ് ബൈ 7, 7 7 35 7 35. അപ്പൊ നിശേഷം ഹരിക്കാൻ പറ്റും. അപ്പൊ ആദ്യത്തെ സംഖ്യ 105 ആണ്. ഇനി അവസാനത്തെ സംഖ്യ എന്ന് പറയുന്നത് 999 പോവോ നോക്കൂ. 999 ഡിവൈഡഡ് ബൈ 7, 7 29 വരും. 29 4 7 28, 1 വരും. 19 7 14. അപ്പൊ 5 ബാക്കി അല്ലെ? അപ്പൊ 5 ബാക്കി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്ന് എത്ര കുറയ്ക്കണം? 2 കുറച്ചാൽ മതി അല്ലെ? 992 7 പോവില്ലേ നോക്കൂ. 7 7 4 7 28, പിന്നെ 12 പോവില്ലല്ലോ. 999 മൈനസ് 5 ചെയ്യണം അല്ലെ? അപ്പൊ എന്ത് വരും? 994 വരില്ലേ? അപ്പൊ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യൂ നോക്കൂ. 7 7 29 4 7 28, പിന്നെ 14 7 14. അപ്പൊ നമുക്ക് ഏറ്റവും ലാസ്റ്റത്തെ സംഖ്യ എന്ന് പറയുന്നത് 994 ആണ്. ഇനി നമുക്ക് എന്താ പറയണേ? എത്ര മൂന്നക്ക സംഖ്യകളെ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ nth ടേം 994 എന്ന് നമുക്ക് കിട്ടിയോ? അപ്പൊ tn ഈക്വൽ ടു എന്താണ്? a പ്ലസ് n-1 ഇൻറ്റു d ആണ്. ഈക്വൽ ടു 994 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് a ഇവിടുന്ന് 105 എന്ന് എഴുതിക്കൂടെ? പ്ലസ് n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. d നമുക്ക് തന്നിട്ടുണ്ട് 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതാണ്. അപ്പൊ 7 എന്നുള്ളതാണ്. അപ്പൊ 994. അപ്പൊ n-1 ഇൻറ്റു 7 എന്ന് പറയുന്നത് എന്ത് വരും? 994 മൈനസ് 105. അത് എത്ര വരും? 9 5 ആണ് 14. 9 5 14 ആണ്. അപ്പൊ നമുക്ക് 1 8. ഇനി ഇവിടെ എന്ത് വരും? 8 വരും. 889. അപ്പൊ n-1 എന്ത് വരും? 889 ബൈ 7. 7 7, പിന്നെ 18 ആവും. 7 14, 49 7 49, 127. അപ്പൊ n എന്ന് പറയുന്നത് എന്താവും? 127 പ്ലസ് 1, അതായത് 128. അപ്പൊ സി എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.